ഞങ്ങൾ നേരത്തെ തന്നെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി വാങ്ങിച്ചു കൊണ്ടുവന്നാലും കേരളത്തിൽ സിൽവർ ലൈൻ പദ്ധതി നടപ്പാക്കാൻ സമ്മതിക്കില്ല. അല്ല, അത് എന്താണെന്ന് പറയട്ടെ. ഈ ആസച്ച്, അതായത് 300 കിലോമീറ്റർ ദൂരം 30 അടി എംബാങ്ക്മെന്റ് ഉയർത്തി 200 കിലോമീറ്റർ ദൂരം രണ്ട് സൈഡിലും, പാളത്തിന്റെ രണ്ട് സൈഡിലും 10 അടി ഉയരത്തിലുള്ള മതിൽ കെട്ടി കേരളത്തെ തകർക്കാൻ, പാരിസ്ഥിതികമായി തകർക്കാൻ, സാമ്പത്തികമായി തകർക്കാൻ അനുവദിക്കുന്ന പ്രശ്നമില്ല. കേന്ദ്രത്തിന്റെ അനുമതി കൂടി മേടിച്ചുകൊണ്ട് വന്നു, സമ്മതിക്കില്ല. അത് വ്യക്തമാക്കിയില്ല നേരത്തെ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മളൊക്കെ ഈ അതിവേഗ റെയിൽ വേണ്ട എന്നൊക്കെ പറഞ്ഞ് കുറേ ആൾക്കാർ പ്രതിഷേധിച്ചില്ലേ? നമ്മുടെ കേരളയിലൊക്കെ വരാൻ പോയി, അങ്ങനെ പല സംഭവങ്ങളും വരാൻ പോയി. പക്ഷേ ഇവിടെയൊക്കെ നോക്കിക്കേ, ഇവരൊക്കെ എത്ര വർഷം മുന്നേ ഇതൊക്കെ ചെയ്തു വെച്ചതാ. നമ്മൾ ജപ്പാനിൽ പോയപ്പോൾ ഫാസ്റ്റ് ട്രെയിൻ കണ്ടതല്ലേ? 1988 ജപ്പാനിൽ ആദ്യമായിട്ട് ബുള്ളറ്റ് ട്രെയിനുകൾ ഉണ്ടാകുന്നത്. 1988 കാലം, ലോകം ശരിക്കും നമ്മൾ വിചാരിക്കുന്നതിന് മുന്നിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളും ലോകത്തിനൊപ്പം സഞ്ചരിച്ചില്ലെങ്കിൽ നമ്മൾ ഒത്തിരി പുറകിലേക്കാവും എന്നുള്ളൊരു കാര്യം നമ്മളാരും മറക്കാൻ പാടില്ല. 1000 കിലോമീറ്റർ ദൂരം 3 മണിക്കൂറും 4 മണിക്കൂറും കൊണ്ടൊക്കെ യാത്ര ചെയ്യാൻ പറ്റുക എന്ന് പറയുമ്പോഴത്തേക്കിന് വലിയ കാര്യമല്ലേ? അതായത് ഇവിടെ നിന്ന് ഏകദേശം 600 കിലോമീറ്റർ യാത്രയുണ്ട് നമ്മളിപ്പോൾ യാത്ര ചെയ്യാൻ പോകുന്ന ദൂരം. അതായത് നമ്മൾ എറണാകുളത്ത് നിന്ന് ബാംഗ്ലൂർ വരെ പോകുന്ന ദൂരം അപ്രോക്സിമേറ്റ്. ഈ 600 കിലോമീറ്റർ യാത്ര നമുക്ക് 2 മണിക്കൂർ 40 മിനിറ്റ് കൊണ്ട് സഞ്ചരിക്കാൻ സാധിക്കും. അതാണ് പ്രത്യേകത, ഇവിടുത്തെ ഫാസ്റ്റ് ട്രെയിനിൻ്റെ പ്രത്യേകതയാണത്. 2 മണിക്കൂർ 40 മിനിറ്റ് കൊണ്ട് 600 കിലോമീറ്റർ സഞ്ചരിക്കാം. ഇത്